ഹലോ, എല്ലാവർക്കും നിദ്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? അനിയന്മാരെ മുൻപിൽ, പ്രത്യേകിച്ച് നമ്മളെ ഹരീഷിന്റെ മുന്നിൽ വളരെ മോശപ്പെട്ട ആളായി മാറുകയാണ് നമ്മളെ സുഭാഷ് ഏട്ടൻ. നിധിക്കും സുധീഷിനും വേണ്ടി പല കാര്യങ്ങളും ചെയ്തു എന്നതാണ് അതിന്റെ കാരണം. ഇതിനു മുൻപ് നമ്മളെ സുധീഷ് നിധിയുടെ റൂമിൽ ചെന്ന് വളരെ സന്തോഷത്തോടു കൂടി കിടക്കുന്നുണ്ട്. നമ്മളെ ഭാസ്കരച്ചനാണ് നിധിയുടെ റൂമിൽ സുധീഷിനെ കയറ്റി വിട്ടത്. അത് കണ്ടിട്ട് നമ്മളെ സുഭാഷ് പോയിട്ട് കതക് മുട്ടിയിട്ട് നമ്മളെ സുധീഷിനെ ഇങ്ങോട്ട് വാടാന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിടുന്നുണ്ട്. സുധീഷിനെ അവിടുന്ന് ഇറക്കി വിട്ടതിൽ നിധിക്ക് നല്ല രീതിയിൽ സന്തോഷമായിട്ടോ. കാരണം എന്താ വെച്ചാൽ നിധിക്ക് നല്ല അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു നിധിയുടെ റൂമിൽ സുധീഷ് വന്ന് കിടന്നതിൽ. സുധീഷിനാണെങ്കിൽ യാതൊരുവിധ കൂസലുമില്ല. സുധീഷിനെ ഇറക്കി വിട്ടതിൽ സുഭാഷ് ഏട്ടനോട് നിധി താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷ് ആദ്യം കിടന്ന സ്ഥലത്ത് കൊണ്ട് സുഭാഷ് ഏട്ടൻ കിടത്തുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഹരീഷിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ ഈ പെരുമാറ്റം ഹരീഷിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സുഭാഷ് ഏട്ടനോട് ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ കല്യാണം കഴിയുന്നത് വരെ ഇവർ ഒരുമിച്ച് ജീവിക്കില്ല എന്നല്ലേ പറയുന്നത്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് സുഭാഷ് ഏട്ടൻ പറയുന്നത്. നീ കിടന്നുറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാത്രി ആയതുകൊണ്ട് ഹരീഷും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ഹരീഷ് കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഹരീഷ് നമ്മളെ സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടൻ ഇതൊക്കെ, സുഭാഷ് ഏട്ടൻ ഇത് എന്ത് പറ്റി, വേറെ ആരും ഇങ്ങനെയൊന്നും ചെയ്ത് എനിക്ക് ഇത്ര അത്ഭുതമില്ലായിരുന്നു, എൻ്റെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ, എന്നു മുതൽ എൻ്റെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ മാറാൻ തുടങ്ങിയത്, സുധീഷ് ഏട്ടനും അയാളുടെ ഭാര്യയും ഒരുമിച്ച് കിടക്കുന്നതിൽ എന്താ പ്രശ്നം, അതിലെന്തിനാ ഇത്രമാത്രം അസൂയ കാണിക്കുന്നതെന്നൊക്കെ നമ്മുടെ സുഭാഷ് ഏട്ടനോട് ഹരീഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനാണെങ്കിൽ സത്യങ്ങളൊന്നും തുറന്ന് പറയാനും വയ്യ, പാവം എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് സുഭാഷ് ഏട്ടൻ. എന്തായാലും അധികകാലം ഇതിങ്ങനെയൊന്നും പോവില്ല, തെറ്റിദ്ധാരണകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എല്ലാവരും എല്ലാ സത്യങ്ങളും അറിയും. അന്ന് നമ്മൾ ഹരീഷിനെ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും, ദുഃഖമുണ്ടാവും. നമ്മളെ സുഭാഷ് ഏട്ടനെ കുറിച്ച് ഇങ്ങനെ തെറ്റിദ്ധരിച്ചതിൽ അങ്ങനെ ദുഃഖിക്കാനൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെ നിധി വീടിന്റെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഭാസ്കരച്ചൻ ഒരാളുമായിട്ട് സംസാരിക്കുന്നത് കണ്ട് ഇവരെന്താ ഇവിടെ സംസാരിച്ചിരിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയാണ്. ഭാസ്കരൻ അച്ഛൻ അയാളോട് പറയുന്നത് നിധി കേൾക്കുന്നത്. വന്നയാള് അയാളുടെ ഭാര്യയെ കുറിച്ചുള്ള കുറ്റങ്ങളാണ് ഭാസ്കരച്ചനോട് പറയുന്നത്. അവളൊരു സമാധാനം തരുന്നില്ല, അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരച്ചൻ പറയുന്നത്, നീ ഭാര്യയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തതാണ് പ്രശ്നം, ഭാര്യമാർക്ക് അത്ര സ്വാതന്ത്ര്യമൊന്നും കൊടുക്കരുത്, നിലയ്ക്ക് നിർത്തണം, വരച്ച വരയിൽ നിർത്തണം, അഥവാ കേട്ടിട്ടില്ലെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കണം, അതും നടന്നിട്ടില്ലെങ്കിൽ തട്ടിക്കളയണം എന്നൊക്കെ ഓരോ ആക്ഷൻ കാണിച്ചിട്ട് നമ്മളെ ഭാസ്കരച്ചൻ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളെ നിധി നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് നിധിക്ക് ആകെ പേടിയായി. അപ്പോൾ നികേഷ് പണ്ട് പറഞ്ഞ കാര്യം ആലോചിച്ച്, അമ്മയെ കൊന്നത് അച്ഛനാണെന്ന് തോന്നുന്നു, അമ്മയെ കൊന്നിട്ട് അച്ഛൻ ജയിലിൽ പോയതാണെന്നാണ് എല്ലാവരും ബന്ധുക്കളും പോലീസുകാരൊക്കെ പറയുന്നെന്ന് അന്ന് നികേഷ് പറഞ്ഞതോർത്ത് പേടിച്ച് നിധി വേഗം അകത്തേക്ക് ഓടിപ്പോയി. വന്നയാള് അയാളുടെ ഭാര്യയെ കുറിച്ചുള്ള കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പൊ അയാളെ ഒന്ന് വരട്ടാം എന്ന് വിചാരിച്ചിട്ടാണ് ഭാസ്കരച്ചൻ അങ്ങനെ അയാളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്തുപോയി നിധി നമ്മള് നികേഷിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് കടന്നു വരുന്നത്. ആ, നിങ്ങൾ നല്ല കൂട്ടായില്ലേ എന്നൊക്കെ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. അതേ ഏട്ടൻ, ഞങ്ങൾ നല്ല സെറ്റായി എന്നൊക്കെ നമ്മളെ നിധി തിരിച്ചു പറയുന്നുണ്ട്. പിന്നെ നമ്മളെ സുഭാഷ് ഏട്ടൻ നിധിയുടെ അടുത്ത് കുറച്ചും കൂടി സ്വാതന്ത്ര്യം എടുത്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് ഇവിടുന്ന് പോവാതിരുന്നൂടെ, നിനക്ക് ഈ വീട്ടിൽ തന്നെ നിന്നൂടെ, നീ വന്നതിന് ശേഷമാണ് നികേഷ് ആകെ മാറിയത്, നികേഷ് ഇങ്ങനെ സംസാരിക്കൊന്നുമില്ലായിരുന്നു, അവന്റെ കളിച്ചിരിയും തമാശകളും തുള്ളിച്ചാട്ടും ഒക്കെ കൂടിയത് നീ വന്നതിന് ശേഷമാണ്, നീ ഇവിടുന്ന് പോയാൽ അതെല്ലാം ഇല്ലാതാവും എന്ന് മാത്രമല്ല അവൻ നല്ല രീതിയിൽ മൂഡ് ഔട്ട് ആകും, പഴയതിനേക്കാൾ കൂടുതൽ മൂഡ് ഔട്ട് ആവും എന്നൊക്കെ നമ്മളെ നിധിയോട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ നിധിക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ തന്നെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നിർബന്ധിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ നിധി പറയുന്നുണ്ട്, വേണ്ട സുഭാഷ് ഏട്ടാ, നികേഷിന്റെ ഏട്ടത്തമ്മിയാണെന്നല്ലേ അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ ഇവിടെ നിന്നാൽ അത് അവന്റെ മനസ്സിൽ ഉറച്ചു പോകും, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് എന്നൊക്കെ നമ്മളെ നിധി പറയുന്നുണ്ട്. നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിൽക്കുന്നതല്ലേ, പരിചയമില്ലാത്ത എവിടെയെങ്കിലും സ്ഥലത്ത് പോയി നിൽക്കുന്നതിനേക്കാളും നല്ലത് ഈ വീട്ടിൽ നിൽക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ നമ്മളെ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഒരിക്കലും അവിടെ നിൽക്കണം എന്നുള്ള താല്പര്യത്തിൽ സംസാരിക്കുന്നില്ല, അവിടുന്ന് പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അവസാനം നമ്മളെ സുഭാഷ് ഏട്ടന് എന്തായാലും മോളുടെ ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിൽ നമ്മളെ ഭാസ്കരച്ചൻ ഒരു ഫോട്ടോ ഫ്രെയിം കൊണ്ടുവന്ന് തൂക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മളെ നിധിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. നിധിയുടെ കൂടെ നിന്നിട്ട് നമ്മളെ സുഭാഷ് ഏട്ടനും അതിനുവേണ്ടി സംസാരിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ എന്തിനാ ഇതിവിടെയൊക്കെ കൊണ്ടുപോയി തൂക്കുന്നത്, ഇത് എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ന് ഭാസ്കരച്ചനോട് ചോദിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മളെ ഹരീഷിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ എന്താ ഒരു ഭാര്യയുടെ ഭർത്താവിൻ്റെ ഫോട്ടോ ഫ്രെയിം തൂക്കുന്നതിൽ ഇത്ര അസൂയ, ഇങ്ങനെയൊന്നും ആവരുത്, സുഭാഷ് ഏട്ടൻ എന്നു മുതൽ ഇങ്ങനെയൊക്കെ ആവാൻ തുടങ്ങിയെന്ന് പറഞ്ഞ ഹരീഷ് നല്ല രീതിയിൽ ഹാർഷായിട്ട് സുഭാഷ് ഏട്ടനോട് സംസാരിക്കുന്നുണ്ട്.
പിന്നെ എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും വീഡിയോസിൽ കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള സീരിയൽ, സിനിമ, മറ്റ് TV ഷോകളുടെ റിവ്യൂക്കായി ഈ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.